അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് ഈവനിങ് വരുമ്പോഴത്തേട്ടും നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ലിഫ്റ്റിൽ നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി എന്തൊരു ഭംഗിയാണ് കാണാമെന്നുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസ് ബൈ ആഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ UAE ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ദുബായ് ഫ്രെയിമിനാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ സിസ്റ്ററിലൂടെ ഹസ്ബൻഡ് നമുക്ക് 3 ദിവസത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസിനുള്ള ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തായിരുന്നു, ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. സെക്കൻഡ് നമ്മൾ പ്ലാൻ ചെയ്തത് ദുബായ് ഫ്രെയിമാണ്. അപ്പോൾ ഈവനിങ്ങിലാണ് ദുബായ് ഫ്രെയിം പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഈ ദുബായ് ഫ്രെയിം കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ദുബായ് ഫ്രെയിം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ദുബായ് ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഇതിന് 150 മീറ്റർ ഹൈറ്റാണുള്ളത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 150 മീറ്ററാണ്. 93 ആണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ദുബായ് ഫ്രെയിം സിറ്റുവേറ്റ് ചെയ്യുന്നത് സബീൽ പാർക്കിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫൈനലി ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ദുബായ് ഫ്രെയിമിൽ പോകാമെന്ന് ഇവർ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ദുബായ് ഫ്രെയിം നോക്കിയതല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആക്ച്വലി നിങ്ങൾക്കറിയാൻ കാണുമ്പോൾ ഒരു ഫ്രെയിമാണ്, നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണല്ലോ ദുബായ് ഫ്രെയിം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് ജസ്റ്റ് ഒരു ഫ്രെയിം മാത്രമാണ്, നമ്മൾ അതിന് മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുന്നതാണ് എന്ന് എൻ്റെ വിചാരം. അപ്പം നമ്മളിതിന് ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ഇതിൻ്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുന്നതിന് എന്തിനാണ് ക്യാഷ് പേ ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമുക്കിതിൻ്റെ അകത്ത് കയറാൻ പറ്റും, അതിൻ്റെ അകത്ത് ഒത്തിരി കാണാനുണ്ടെന്നൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് ഈവനിങ് വരുമ്പോഴത്തേട്ടും നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് ഫുള്ള് ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് തോന്നുന്നു. കാരണം ഒരു ഗോൾഡൻ ഫ്രെയിമാണ്, ഇതൊരു ഗോൾഡൻ കളർഡ് ഫ്രെയിമാണ്. പക്ഷേ ഇത് ഗോൾഡ് കൊണ്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണെങ്കിൽ ഗോൾഡൻ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായ് ഫ്രെയിമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ദുബായും അതുപോലെ തന്നെ ന്യൂ ദുബായും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ ഓൾഡ് ദുബായും അതുപോലെ തന്നെ ഒരു സൈഡിൽ ന്യൂ ദുബായുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ നമുക്ക് വന്നിട്ട് ദുബായിയുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ ഇവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രൻസിലായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ കാണാൻ പറ്റും, ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആകാശമൊക്കെ നല്ല ഫുള്ള് സ്കൈ നോക്കിയാലാണല്ലോ ആ ഒരു ഫുൾ അതിൻ്റെ ഒരു കോമ്പൗണ്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേട്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണാൻ നല്ല ഒരു രസമായിരുന്നു കാണാനൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമുക്ക് ഫുള്ള് ഇത് ഗോൾഡാണെന്ന് തോന്നിപ്പോവും. പക്ഷേ ഞാൻ പറഞ്ഞ ഗോൾഡല്ല. അപ്പം നമ്മളതിൻ്റെ അകത്തേട്ട് കയറി. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഈ ദുബായിയുടെ ഒരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് പഴയ ദുബായ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ, നമുക്ക് ഒരു ചെറിയ ക്ലൂ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ നമുക്ക് ഇവരെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഓരോ വിൻഡോസ് പോലെയാണ്. ഈ വിൻഡോയിലൂടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓരോ അവരുടെ പഴയതായിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വിൻഡോയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിടുന്ന ഓരോ കാര്യങ്ങളും, പണ്ട് കാലത്ത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോഴത്തേട്ട് നമുക്ക് ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് പണ്ട് കാലത്തെ ഫാബ്രിക്സ് ഒക്കെയാണ് കാണിക്കുന്നത്, പണ്ട് കാലത്തെ ഫാബ്രിക്കുകൾ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ മുഴുവൻ അവരുടെ ഒരു ജനറൽ ട്രേഡ്, അവരുടെ വ്യവസായകരമായ പണ്ട് കാലത്തെ വ്യവസായത്തിന് ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും സാഫ്രോൺ ഹെർബ്സ് ആണ്
ഇനി നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ, അതായത് നമ്മുടെ ഓൾഡ് ദുബായ്, ന്യൂ ദുബായ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതൊക്കെ കാണാനായിട്ട് നമ്മളൊരു ലിഫ്റ്റിൽ കയറിയിട്ട് വേണം മുകളിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഈ ലിഫ്റ്റിൽ കയറി നമ്മൾ പോകുമ്പോഴത്തേട്ടും ഫ്യൂ സെക്കൻഡുകളിലുള്ളിൽ, ഫ്യൂ സെക്കൻഡ്സ് അല്ല, കുറച്ച് നേരം എടുക്കുള്ളൂ. 1 മിനിറ്റ് താഴെ മാത്രമേ ഇതിൻ്റെ മുകളിലോട്ട് എത്താനായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ലിഫ്റ്റിൽ നിൽക്കുമ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി വ്യൂസ് ഉണ്ട്. നമുക്ക് ആ ഒരു നൈറ്റ് ടൈമിൽ ദുബായ് കാണാൻ നല്ല രസമാണ്. കാരണം ഫുള്ള് ലൈറ്റ്സൊക്കെ, ദുബായിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദുബായ് സിറ്റിയുടെ ലൈറ്റ്സൊക്കെയാണ്. അപ്പം നമുക്ക് ഈ ഫുള്ള് ലൈറ്റ്സൊക്കെ കാണാൻ പറ്റും, നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് വോക്കുണ്ട്. അപ്പം ഇത് ചെറിയൊരു സ്കെയറിയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് കയറാൻ ഭയങ്കര പേടിയായതുകൊണ്ട് സിസ്റ്റർ ഇൻ ലോ കയറിയില്ല. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് നിന്ന് കയറിയപ്പോൾ കുറച്ച് പേടിയായി. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ഈ ഒരു ക്ലാസ് വോക്കിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 1-2 തവണ ചുമ്മാ നടന്നു നോക്കി കേട്ടോ. എനിക്ക് അത്ര പേടിയൊന്നും തോന്നിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കേട്ടോ. എന്താണെന്ന് എനിക്കല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം അതിലൂടെ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആണെങ്കിൽ സ്റ്റീവൂട്ടിനാണെങ്കിലും അവനും കൊച്ചായതുകൊണ്ടായിരിക്കും വലിയ പേടിയൊന്നും തോന്നിയില്ല. അവനും അതിൻ്റെ അകത്ത് കുറച്ച് നേരം നിന്ന് വേറെ പിള്ളേരെ അവിടെ വെച്ച് കണ്ട് അവരോട് കളിക്കും. അതുപോലെ അവനും കുറച്ച് നേരം അതിലൂടെ നടക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പിന്നെ പേടിയൊന്നും അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും അവന് പേടിയൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ദുബായ് ഫ്രെയിമിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഈ ഒരു ദുബായ് സിറ്റി നമ്മൾ എക്സ്പെഷ്യലി നൈറ്റാണ് മെയിനായിട്ട് കാണേണ്ടത്. നൈറ്റ് കാണുമ്പോഴേ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ആ ബിൽഡിങ്സിലെല്ലാം ഫുള്ള് ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ എൻജോയ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇങ്ങനെ ഇത്രയും കാണാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ദുബായിൽ വരുമ്പോൾ നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന പോലെ അവരുടെ ഈ കൺസ്ട്രക്ഷൻസ്, ബിൽഡിങ്സ്, അങ്ങനത്തെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് കണ്ടിരിക്കാൻ തന്നെ നമുക്ക് നല്ല രസമാണ്. ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ഷോപ്പ് ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ പോകാൻ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബ്രദർ കാണാൻ വരുന്നു പറഞ്ഞായിരുന്നു. അവനും ദുബായിലാണ് ഉള്ളത്. അപ്പോൾ 2.5 വർഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പോൾ അവനോട് ഞങ്ങളാണെങ്കിൽ ഇവിടെ നേരത്തെ ഇറങ്ങുമെന്ന് ഓർത്തുകൊണ്ട് കുറച്ച് നേരത്തുള്ള ടൈമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അവനിപ്പോൾ ഒരു 1 മണിക്കൂർ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ശരിയല്ല. അപ്പോൾ എനിക്കാണ് അവൻ അത്രയും നേരം വെയിറ്റ് ചെയ്ത് ചേർത്തിയോട് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ ലിഫ്റ്റിൽ നിന്ന് വീണ്ടും താഴ്ത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി എന്തൊരു ഭംഗിയാണ് കാണാമെന്നുള്ളത്. ആദ്യം കണ്ടതിനേക്കാളും കുറച്ചും കൂടെ നൈറ്റ് ആയപ്പോഴും കുറേയും കൂടി കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ദുബായിലേക്കുള്ളവർ എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ടതാട്ടെ ഈ ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും ഒരു ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ദുബായിന് അത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ താഴെ എത്തിക്കഴിയുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം ഞങ്ങളാണെങ്കിൽ ബ്രദറിനെ എല്ലാം കണ്ടു. അവനോടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പോണ വഴിക്ക് ഈ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറാണിത്. അപ്പം നമുക്ക് ദുബായ് കുറേ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു മ്യൂസിയത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പോണ വഴിക്ക് ബുർജ് ഖലീഫ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബുർജ് ഖലീഫയുടെ നൈറ്റ് ടൈം വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുർജ് ഖലീഫ നമുക്ക് നൈറ്റിൽ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ബുർജ് ഖലീഫ കാണാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം ഒത്തിരി എക്സ്പെഷ്യലി ന്യൂ ഇയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻ ആണെങ്കിൽ നല്ല രസമായിരിക്കും, കുറച്ചുകൂടെ രസമായിരിക്കും ബുർജ് ഖലീഫ കാണാനായിട്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഒരു ഇവിടെ വരുമ്പോൾ ഈ ഒരു ദുബായ് ഫ്രെയിം വരുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോസ് എടുത്ത് തരും. പക്ഷേ നമ്മൾ ഈ ഒരു ഫോട്ടോസ് നമുക്ക് അവർ തന്നെയെങ്കിൽ നമ്മൾ ക്യാഷ് വേണം. അപ്പോൾ ഞങ്ങൾ ഈ ക്യാഷ് കൊടുത്ത് ഈ ഒരു ഫോട്ടോ വാങ്ങിച്ചായിരുന്നു.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.